നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരണ പാടുകൾ, നമ്മുടെ ചിക്കൻ ബോക്സിൻ്റെ പാട്, മുഖക്കുരു വന്ന പാട്, അതുമാതിരി തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ, അതുമാതിരി വെയിലേറ്റ കരുവാളിപ്പ്, ഇതൊക്കെ മാറാൻ നല്ല പോലെ മുഖത്തിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കണം നല്ലൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 6 ദിവസമായി, 6ാമത്തെ ദിവസമാണ്. നമ്മളൊരു 15 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂടിയവർക്ക് ചേഞ്ച് മനസ്സിലാവുണ്ടാവും. ഓരോ ദിവസവും നമ്മൾ ചെയ്യണത് ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. വെള്ളം കുടിക്കണതാണെച്ചാലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണെച്ചാലും മധുരം പാടെ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഉപയോഗിക്കാനുള്ള ഒരു ജെല്ല് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിറ്റാമിൻ സി സീറം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്കിന്നിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അത് എനിക്കാണെച്ചാലും നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആകെ നമുക്ക് രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ച്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഡെയിലി ഒരു സിമ്പിൾ പാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ പാക്ക് അതുപോലെ ഒരു സിമ്പിൾ പാക്കാണ്, പക്ഷേ എഫക്റ്റ് നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന നല്ലൊരു പാക്കാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് ഒരു ദിവസം തേക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്കിന്നിലേക്ക് എത്ര റിസൾട്ട് തന്നുന്ന ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ സ്കിന്നിൽ നല്ല റിസൾട്ട് തരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞിട്ട് അത് ഏതൊക്കെ പാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മുഖത്തത്തെ പാടുകളും പ്രശ്നങ്ങളൊക്കെ അതാണ് നമ്മൾ മെയിനായിട്ട്. വെളുക്കുക എന്നുള്ളതല്ല കൂടുതൽ, നമ്മുടെ മുഖത്തത്തെ പാടുകൾ, കരിമങ്കലുണ്ടെച്ച കരിമങ്കല്യം, കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടെച്ച ഡാർക്ക് സർക്കിൾ, ഇങ്ങനെയുള്ളതൊക്കെ പോയി ഒരു ഹെൽത്തി സ്കിന്നാണ് ഞാൻ പറയണത് കേട്ടോ. സ്കിന്നിൻ്റെ നമ്മുടെ കറുപ്പും വെളുപ്പും ഒക്കെ എല്ലാവർക്കും എന്താ പറയുക ഓരോ തരത്തിലായിരിക്കും. എന്ന് വെച്ച് വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളുക്കുക, ചിലവർക്ക് കറുപ്പിനോട് ഇഷ്ടമുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്കിന്നൊന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. എന്ന് വെച്ച് അങ്ങോട്ട് വെളുത്ത് തുടുക്കുന്നൊന്നുമല്ല, നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആവും, ഒരു 2-3 ഷെയ്ഡൊന്ന് കൂടും. അപ്പോൾ നമുക്ക് തന്നെ ഒരു മുഖത്തിനൊരു തിളക്കവും നല്ലൊരു ഗ്ലോ ഒക്കെ തോന്നുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാറ്. ചിലവരൊക്കെ കമൻറ്റ് വഴി ചോദിക്കാറുണ്ട് വെളുക്കണത് മാത്രമാണോ ഇതെന്ന്. അതുകൊണ്ടല്ല, ഞാനും അങ്ങനെ വെളുത്തിട്ടൊന്നുമല്ല, ഇരുന്നറാണ്. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇതാവുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാനാണെച്ചാൽ എന്താ പറയുക, നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വേറെ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുക ആകെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഏതെങ്കിലും ഉണ്ട് അത്, പിന്നെ എന്താ പറയുക സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക മേക്കപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷനോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാറില്ല. സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊക്കെ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടി നല്ല വെളുത്ത പോലെയും നല്ലൊരു സ്കിൻ ടോൺ ഒന്നിന് ഒരു മാറ്റം വരുമല്ലോ. ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല, ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കില്ല. അപ്പോൾ എന്നെ പോലെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയണത്, സ്കിൻ ടോൺ ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ചാലഞ്ചിൽ ചാലഞ്ച് ഞാൻ ചെയ്യുമാതിരി ചെയ്യണമെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് അതിലൊരു മാറ്റം വരും. വിഷു ആകുമ്പോഴേക്കും മുഖത്തിൻ്റെ ആ പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറും, ഒരു ഹെൽത്തി സ്കിന്നാവും. സ്കിൻ ടോൺ ഒന്ന് മാറുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ മുഖത്തിന് ഒരു പ്രത്യേക ഒരു തിളക്കോ ഗ്ലോയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറയാറ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടില്ല, എൻ്റെ പേര് ദീപാണ്. ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഒരു ബൗൾ വെക്കണം. നമുക്ക് ആദ്യം ആവശ്യം ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇത് എന്താ പറയുക രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്, വെള്ളച്ചന്ദനത്തിൻ്റെ പൊടിയല്ല. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറാൻ, കരിമങ്കല്യം മാറാൻ, അതുമാതിരി തന്നെ നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ മാത്രമല്ല, നമ്മുടെ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ആവശ്യം അരിമാവ് അരച്ചതാണ്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് അരച്ച് വെച്ചതാണ്. അരിപ്പൊടി കഴിഞ്ഞതുകൊണ്ടാണ്. അരിപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇല്ലാത്തവർ അരിമാവ് അരച്ച് ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അരി എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല കളർ കൊണ്ടുവരാൻ, നല്ലപോലെ വെളുക്കാൻ സഹായിക്കും അരി. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ പച്ചരി നല്ലപോലെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പച്ചരി, വേറെ ഒന്നും വേണ്ട, സിമ്പിൾ പാക്കാണ്. നമ്മുടെ മുഖത്ത് പാടുകളും പ്രശ്നങ്ങളും മാറി മുഖം വെളുക്കും കേട്ടോ. നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടിയും, കട്ടയുണ്ട് വെച്ചാൽ കട്ട ഉരയ്ക്കുക, പിന്നെ നമ്മുടെ അരിപ്പൊടി ഇല്ലെച്ചാൽ അരി അരച്ചത്, ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഡെയിലി ഇത് നമുക്ക് സ്കിന്നിൽ തേക്കാവുന്നതാണ്. നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമ്മുടെ പാടുകൾ മാറാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ
ചന്ദനത്തിൻ്റെ പൊടി, അതും രക്തചന്ദനത്തിൻ്റെ പൊടി. ഞാനിപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടി എടുത്തേക്കണം. നല്ല മണം കേട്ടോ രക്തചന്ദനത്തിൻ്റെ. അത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്ന് എടുത്തിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ. അത് ആദ്യമൊക്കെ ചെറുപ്പത്തൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ചന്ദനത്തിൻ്റെ കട്ടയുണ്ടല്ലോ, വെള്ളച്ചന്ദനത്തിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെ അതുപോലെ രക്തചന്ദനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കട്ട വാങ്ങി ഉരച്ചിട്ട് രാത്രിയിലിരുന്ന് കുത്തിയിരുന്ന് തേക്കിയിരുന്നു ഞങ്ങൾ കുറേ ഫ്രണ്ട്സുകളൊക്കെ കൂടി കേട്ടോ. പിന്നെ അതൊക്കെ നിർത്തി, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്കിൻ കെയർ ഒക്കെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണതൊക്കെ നിർത്തി. സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. സ്കിൻ അങ്ങനെ പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞു, പിന്നെ ഭർത്താവിൻ്റെ കാര്യമായി, മക്കളുടെ കാര്യമായി, നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ തിരിഞ്ഞു. കുട്ടികളും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ട, അതൊന്നും ഒട്ടും ശ്രദ്ധിക്കാതെ ആയപ്പോഴാണ് എൻ്റെ മുഖം ഇത്രയും എന്താ പറയുക കറുത്ത് കരുവാളിച്ച്. എന്താ പറയുക സൺസ്ക്രീനൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. സൺസ്ക്രീനൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് സൺസ്ക്രീനൊന്നും ഉപയോഗിക്കില്ല. എന്തെങ്കിലും ഏത് ക്രീമാണ് കിട്ടണമെന്ന് വെച്ചാൽ അത് മുഖത്ത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി വെള്ളം കുടിക്കണതോ അല്ലെങ്കിൽ വേറെ എന്ത് മധുരത്തിൻ്റെ ആയാലും സ്കിന്നിൻ്റെ ആയാലും ഹെൽത്തിൻ്റെ ആയാലും ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ മുഖം മൊത്തം പോയി, പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും മുഖക്കുരു വന്ന പാടുകളൊക്കെ നിറഞ്ഞ് പിന്നെ എനിക്ക് മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും, അയ്യോ എൻ്റെ മുഖം തന്നെ ഈ പുറത്തിറങ്ങാൻ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നില്ല, ഞാൻ വരണില്ല പറയും. അങ്ങനെ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം. അതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തതാ ഈ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസും ഓരോന്നും വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ സ്കിന്നിനെ ഇത്രയും മാറ്റിയെടുത്തത് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ തമ്മിൽ നമ്മൾ കൊടുക്കണതിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. ആ ഫോട്ടോ ഒക്കെ ശരിക്കും ഒറിജിനലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ശ്രദ്ധിക്കാതെ ആയപ്പോൾ ഞാൻ ഇത്രയും കറുത്തിട്ടൊന്നും അല്ല ഉണ്ടായിരുന്നു, ഒരു ഇരുനിറായിരുന്നു, വെള്ളയല്ല, അങ്ങനെയായിരുന്നു എൻ്റെ കളറ്. അത്രയും ഒരു ടാൻ പിടിച്ച് പിഗ്മെൻറ്റേഷൻ പിടിച്ച് മുഖം ആകെ കരുവാളിച്ച് ഒരു മാതിരിയായി, പുറത്ത് പോകാൻ ഇഷ്ടമില്ലാതെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്കൊന്നും വൈറ്റനിങ് ക്രീമോ വൈറ്റനിങ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു ഡോക്ടറെ കാണുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്കിൻ കെയർ വീട്ടിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് പാക്കും ക്രീമും അങ്ങനെയുള്ളതൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തത്. തീർച്ചയായും എല്ലാവർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഞാൻ ഉറപ്പ് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എത്ര മോശം സ്കിന്നാണെന്ന് വെച്ചാലും നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ഓരോ പാക്കുകളും കാര്യങ്ങളും വെച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കുക. അതിന് ഞാൻ തന്നെ ഒരു ഉദാഹരണം, അതുകൊണ്ടാണ് അത്രയും ഇതായി പറയണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു മസാജ് മുഖത്ത് കൊടുത്തു. അതിന് ശേഷം മുഖത്ത് ഇത്തിരി കട്ടിയിൽ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കഴുത്തിലും ഇട്ട് കൊടുത്തു. അതുപോലെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുമ്പോൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അല്ല ടാനൊക്കെ ഈ ഇത് പെട്ടെന്ന് മാറ്റിത്തരും കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ മുഖം വെളുക്കാൻ സഹായിക്കുന്നതാണ്. കൊറിയൻ സ്കിന്നൊക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ ഏറ്റവും കൂടുതൽ ഈ അരിയുടെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുക. നമ്മുടെ മാവ്, അരി അരച്ചത്, അരി കഴുകിയ വെള്ളം ടോണറായിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ആ സിറ ആണെങ്കിലും ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവർ അരി കഴുകിയ വെള്ളം കൊണ്ടൊക്കെ അവരുണ്ടാക്കുക. അവർ തലയിലേക്കാണെച്ചാലും സ്കിന്നിലേക്കാണെച്ചാലും ഒക്കെ കൂടുതൽ അരി എടുക്കുക. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ അരിയുള്ള കാരണം നമുക്ക് അരിക്ക് അത്ര വലിയ വില കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഇതിൽ ഇത് ഉണ്ണണതല്ലേ എന്നുള്ള കഴിക്കണതല്ലേ എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ അരി. നിങ്ങളിത് രണ്ടും കൂടി ചെയ്ത് നോക്ക്, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പാടുകളും കാര്യങ്ങളൊക്കെ മാറി സ്കിന്നൊന്ന് ഹെൽത്തി സ്കിൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം നല്ലപോലെ മുഖം ഉണങ്ങി കേട്ടോ, വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്കൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്കിന്നിൽ എത്ര വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴിയൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയണം കേട്ടോ. ബൈ.